രണ്ടാം വാരത്തിൽ തകർന്നടിഞ്ഞ് തെലുങ്കിലെ ബിഗ് ബഡ്ജറ്റ് ചിത്രം കണ്ണപ്പ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ ഇട്ടു. സോ അപ്പം ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നമ്മൾ പങ്കുവെക്കാൻ വന്ന കണ്ണപ്പ എന്ന് പറയുന്ന സിനിമയുടെ 7ാം ദിവസമായിട്ടുള്ള ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ട്, 7 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. തെലുങ്കിലെ യുവതാരം വിഷ്ണു മഞ്ജുവിനെ കേന്ദ്ര കഥാപാത്രമാക്കി മുകേഷ് കുമാർ സിംഗ് അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു കണ്ണപ്പ എന്ന് പറയുന്ന സിനിമ. ശിവഭക്തന്റെ കഥയായിരുന്നു ചിത്രം പറയുന്നത്. ചിത്രത്തിൽ വമ്പൻ താരനിരകൾ അണിനിരന്നിട്ടുണ്ടായിരുന്നു. തെലുങ്കിൽ നിന്ന് പ്രഭാസും, ഹിന്ദിയിൽ നിന്ന് അക്ഷയ് കുമാറും, മലയാളത്തിൽ നിന്ന് മോഹൻലാലും, തമിഴിൽ നിന്ന് ശരത് കുമാറൊക്കെ എത്തിയ ചിത്രമായിരുന്നു കണ്ണപ്പ എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയുള്ള വലിയ പ്രതീക്ഷയോടെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ അടിപതറുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക. ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായിട്ട് മാറുന്നു എന്ന് വേണം പറയാൻ. 200 കോടിയോളം ബഡ്ജറ്റ് വന്ന ചിത്രത്തിന് 7ാം ദിവസം തെലുങ്ക് ബോക്സ് ഓഫീസിൽ നിന്നും 98 ലക്ഷം രൂപ മാത്രം സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പിന് ഏകദേശം 25 ലക്ഷം രൂപ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. മറ്റു പതിപ്പുകളിൽ നിന്നായിട്ട് ചിത്രം ഏകദേശം 10 ലക്ഷത്തിന് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രത്തിലെ ആദ്യ 7 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭ്യമാകുമ്പോൾ ചിത്രം 40 കോടി 50 ലക്ഷം രൂപ മാത്രമാണ് ഇതിനോടകം തന്നെ സ്വന്തമാക്കിയെന്നാണ് പുറത്തു വരുന്ന കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിട്ട് മാറുന്നു എന്നാണ് ഉറപ്പിക്കുന്നത്. എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിന് വരും ദിവസങ്ങളിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുമോ എന്നറിയാൻ വേണ്ടി. അപ്പോൾ കണ്ണപ്പ എന്ന് പറയുന്ന തെലുങ്ക് ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.